ചേട്ടാ എൻ്റെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് ഒറ്റൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ചെയ്യുന്ന വർക്ക് സത്യസന്ധമായിട്ട് ചെയ്യണം. എൻ്റെ അച്ഛനമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യ സിനിമ തൊട്ട് തന്നെ, എനിക്ക് സിനിമ എന്ന് പറഞ്ഞ എല്ലാമാണ്, അപ്പോൾ ആ ഡെഡിക്കേഷനും ആ ഹാർഡ് വർക്കും എല്ലാം കൊടുത്ത് തന്നെയാണ് ഞാൻ കൊടുത്തത്. അത് ഞാൻ പറയുന്നത്. പക്ഷേ എന്താ പറയുക, അവാർഡ് കിട്ടിയാലും ചേട്ടാ നമ്മൾ തൊണ്ടി മുതൽ തൊട്ട് കുപ്രസിദ്ധ പയ്യൻ അല്ലെങ്കിൽ ചോലവരെ ചെയ്ത സിനിമകൾക്ക് കിട്ടിയ ഒരു അപ്രിസിയേഷനാണ്. അപ്പം ഇനി വരുന്ന സിനിമകൾക്കും കിട്ടട്ടെ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ 41-ലെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു, 2 ഷെയ്ഡുകളുള്ള, എന്തായിരുന്നു ക്യാരക്ടറിന്റെ പേരെന്താണ് അതില്? ഭാഗ്യസൂയം, ഭാഗ്യകുട്ടി എന്ന് വിളിക്കാം. ഭാഗ്യസൂയം, ഭാഗ്യം എന്ന് വിളിക്കും. ഭാഗ്യം എന്ന് വിളിക്കും. ഓക്കെ. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടേഴ്സിൽ നിന്നും ഒരു താരതമ്യപ്പെടുത്തുവാണെങ്കിൽ എന്താണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി? ചേട്ടാ, ഞാൻ ചെയ്യുന്ന സിനിമകളെല്ലാം എനിക്ക് തോന്നുന്നു ആർട്ടില്ലേ, സിനിമ എന്ന് പറഞ്ഞൊരു ആർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ കൂടണം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകളാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഈ സിനിമ ആ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം എന്ന് പറഞ്ഞാൽ സോഷ്യലി നമുക്കിപ്പം ചുറ്റിന് കാണുന്ന ചില കാര്യങ്ങളാണ് ലാലുവേട്ടനും ഡിസ്കസ് ചെയ്യുന്ന സിനിമയിലൂടെ. അപ്പം അങ്ങനത്തെ സിനിമയുടെ ഭാഗമാവാൻ പറ്റുന്നത്, അപ്പം ഞാൻ അത്രമാത്രമാണ് നോക്കുന്നത്, ആ നല്ല സിനിമയുടെ ഭാഗമാവണം. പിന്നെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും എന്താ പറയുക, കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ സെക്കൻഡ് സ്റ്റേജ് കാണിക്കുമ്പോൾ ആ ക്യാരക്ടറിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഒരു ചേഞ്ച് കാണിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ഫാമിലിയുടെ പറയും പോലെ എല്ലാ കാര്യങ്ങളും. നിമിഷ പറഞ്ഞ പോലെ തന്നെ നിമിഷയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന സിനിമകൾ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഒരു കരിയർ ഗ്രോത്തിലും അത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ടല്ലേ? അറിയാതെ എങ്ങനെയാണ് ആക്ച്വലി ഈ തൊണ്ടി മുതൽ എന്ന് പറയുന്ന സിനിമ ഓഡീഷൻ വഴി സെലക്ട് ചെയ്തത്? എന്താണ് അപ്പൊ ഒരു അതിലേക്കൊക്കെ നയിച്ചൊരു ബാക്ക്ഗ്രൗണ്ട്? ചെറുപ്പം മുതലേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 4th എന്തോ പഠിക്കുന്ന സമയത്ത് അന്തേരിയിൽ ഓഡിഷൻ നടക്കും. ആ സമയത്ത് ഞാൻ ടോംബോയ് പോലെയായിരുന്നു, അപ്പൊ ബോയ്ക്കട്ട് എല്ലായിരുന്നു. അപ്പൊ ഓഡിഷന്റെ പോകുമ്പോൾ സിലക്ട് ആവത്തില്ലായിരുന്നു. പിന്നെ 12th കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സീരിയസ് ആയിട്ട്, നമ്മൾ പറയൂല ടേണിംഗ് പോയിന്റ് ആണ്, ഇപ്പൊ എല്ലാവരും ചോദിക്കാൻ തുടങ്ങും നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന്. 12th കഴിഞ്ഞിട്ടാണ് കൂടുതൽ എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചത്. അപ്പൊ അങ്ങനെ ഓഡിഷൻസ് ആക്ട്രസ് അല്ല, എനിക്ക് സിനിമയോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ സ്കൂൾ ലെവലിലിപ്പോ ഈ പറയുന്ന പോലെ കലോത്സവം പോലുള്ള പരിപാടികൾ, കലാതിലകം, അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് മുംബൈയിൽ അങ്ങനെ ഇല്ലായിരുന്നു ചേട്ടാ, സ്കൂളിലില്ല ഞങ്ങൾക്ക്. അപ്പൊ പിന്നെ അത് സ്കൂളിന്റെ അകത്ത് തന്നെ ഇന്റർ സ്കൂൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂൾസ് ആയിട്ടുള്ള പഠിച്ചതും വളർന്നതൊക്കെ മുംബൈയിലാണല്ലേ? കൂടുതലും നാടൻ കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ. അപ്പൊ അത് എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്? ഈ ഒരു അത്തരത്തിലൊരു സാഹചര്യത്തിൽ വളർന്ന ഒരു കുട്ടി ഇവിടെ വന്നപ്പോൾ ആ ഒരു ഇത് എങ്ങനെയായിരുന്നു? തൊണ്ടി മുതൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പം ഷൂട്ട് തുടങ്ങുന്ന 2 ദിവസം മുമ്പ് എന്നെ തവണക്കടവിലെല്ലാം വിട്ടിട്ട് എന്നോട് പറഞ്ഞു, ചെറിയ കടയിൽ പോയിട്ട് പുട്ടും കടലയും കഴിക്കാൻ, ചായ അവിടെ നിന്ന് കുടിക്കാൻ, അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കാൻ. പിന്നെ ദിലീഷ് ഏട്ടൻ്റെ വേറെ നല്ലൊരു കാര്യം ഉണ്ടായിരുന്നു,